ഹായ് ഫ്രണ്ട്സ്, പി3 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് വീഡിയോസൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ്. ഈ പെൽറ്റിയർ മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഐസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാൽ അപ്പോൾ അതിനായിട്ട് നമ്മളത് ഈ ഒരു ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ഫാനാണ് ഇത്. നമ്മുടെ CPU-ൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഫാനാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ ആ പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ ചൂട് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ആ ഫാന് ഇത് ചൂടാകുമ്പോൾ ഹീറ്റ് സിങ്കിൽ നിന്ന് പുറത്തേക്ക് ചൂട് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മളെ പെൽറ്റിയർ മൊഡ്യൂൾ വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് ചൂടാവണതും ഒരു സൈഡ് തണുപ്പാവണതും ചിലർക്കൊക്കെ അറിയാം. പിന്നെ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ. 230 to 12 വോൾട്ട് കൺവെർട്ടറാണ്. ഇത് സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്യണം. പെൽറ്റിയർ മുടികളുടെ മുകളിൽ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാൻ നോക്കാം. സ്റ്റേബിളായിട്ട് ഇരിക്കുകയാണ് മുകളിൽ. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനൊന്നുമില്ല. 2 വയറുള്ളൂ, ഒരു പ്ലസ് ഒരു മൈനസ്. പ്ലസ് ചുവപ്പും മൈനസ് കറുപ്പാണ് വരുന്നത്. രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മളിതേ 12 വോൾട്ടിൻ്റെ സപ്ലൈക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കാം. 12 വോൾട്ട് ആണെങ്കിലും ബൈ ചാൻസിന് എന്തെങ്കിലും ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻസുലേഷൻ കൊടുക്കുന്നത്. നമുക്കിത് ഓണാക്കി വെക്കാം. ഓണാക്കി ഇത് ഈ തണുക്കുന്ന സൈഡ് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. തിന്നായിട്ടൊരു സ്റ്റീൽ ഗ്ലാസ് തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. എന്നാലും നമുക്ക് ആ തണുപ്പിൻ്റെ ആ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ. ഇത് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കണ്ടോ തണുത്ത് വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ നമുക്ക് കുറച്ച് വെള്ളം അതിന് മുകളിൽ വെച്ച് കൊടുക്കട്ടെ. ഒന്നുകൂടി പെട്ടെന്ന് കാണുന്നുണ്ട്, നേരിട്ട് ശരിക്കും കാണുന്നുണ്ട്, ക്യാമറയെ കൊണ്ട് അറിയണില്ല. നല്ല രീതിക്ക് തണുത്തിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹീറ്റിങ് ഹീറ്റല്ല, തണുപ്പാണ് ആയിട്ടുള്ളത്. അത്രയും തണുപ്പ് കയറിയിട്ടുണ്ട്. ഇതേ കണ്ട നല്ല രീതിക്ക് അതിന് മുകളിൽ ഐസ് പിടിച്ചിട്ടുണ്ട്. ഞാൻ കൈയോട് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ ഐസ് പിടിച്ചിട്ടുണ്ട്. കണ്ട ഐസ് കയ്യുമ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ 2 സൈഡുണ്ട്. ഒരു സൈഡ് നന്നായി ഹീറ്റാവും. ആ ഹീറ്റ് അതിൽ എത്രത്തോളം പുറത്തേക്ക് പോകുന്നു അതിനനുസരിച്ചാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തണുക്കണത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ ഹീറ്റ് സിങ്ക് വെച്ചിട്ട് ഹീറ്റ് സിങ്കിൽ നിന്നൊരു ഫാനും കൊടുത്തിട്ടുള്ളത്. ഈ ഹീറ്റ് സിങ്ക് ആ ചൂട് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ഫാൻ അത് പുറത്തേക്ക് എടുത്ത് കളയാ ചെയ്യുക. അങ്ങനെയാണ് ഇത് അത്ര അധികം -ഡിഗ്രിയിൽ തണുക്കണത്. ഈ സപ്ലൈ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 230 12 വോൾട്ട് കൺവേർട്ടറാണത്. പക്ഷേ ആംപിയർ കുറച്ച് കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഐസ് അത്ര അധികം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു പീസ് എടുത്ത് കാണിക്കാം. കണ്ട അത് ഐസ് നോക്കിയേ, അത്ര അധികം ഐസ് പിടിച്ചിട്ടുണ്ട് അതിന് മുകളിൽ.